ഹലോ, അസ്സാം വലൈക്കും. ഇനി നമുക്കൊരു അവിൽ മിൽക്ക് ഉണ്ടാക്കാൻ പോകാം കേട്ടോ. അതിന് വേണ്ട സാധനങ്ങൾ: ബദാം എടുത്തിട്ടുണ്ട്, ക്യാഷ് എടുത്തിട്ടുണ്ട്, പഴം എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് പൊട്ടുകടല എടുത്തിട്ടുണ്ട്, പിന്നെ പാലെടുത്തിട്ടുണ്ട്, പഞ്ചസാര എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ഞാൻ പൂവമ്പഴമാണ് എടുത്തിട്ടുള്ളത്. ഞാൻ മൈസൂർ പഴമല്ല കേട്ടോ, മൈസൂർ പഴം ശരിക്കും എടുക്കൽ. ഇവിടെ പൂവനാണ് ഉണ്ടായിരുന്നത്, അപ്പോൾ ഞാനത് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കട്ടോ. അപ്പം ഞാനൊരു ചട്ടി വെച്ചിട്ടുണ്ട് അടുപ്പിൽ. അതിലോട്ട് ഞാൻ അവിലിട്ട് വറുത്തെടുക്കാനാണ് പോകുന്നത്. അവിൽ വറുത്തെടുക്കുകയാണ്. അപ്പോൾ അവിലൊക്കെ നല്ലോണം വറുത്ത് കോരിയിട്ട് ഒരു പ്ലേറ്റിലോട്ട് ഒഴിച്ച് കൊടുക്കുകയാണ്. പിന്നെ അതേ ചട്ടി തന്നെ ഞാൻ അടുപ്പത്ത് വെച്ചിട്ട് ഞാൻ ബദാം ഒന്ന് വറുത്തെടുക്കുകയാണ്. ബദാമൊന്നും നിർബന്ധമൊന്നുമില്ല കേട്ടോ. എൻ്റെ കയ്യിലുണ്ടായപ്പോൾ ഞാൻ ഇട്ടെന്നുള്ളൂ. നമുക്ക് നിലക്കടല ഉണ്ടെങ്കിൽ അത് വെച്ച് ഉണ്ടാക്കിയാൽ തന്നെ നല്ല ടേസ്റ്റാണ്. പിന്നെ നല്ല ചൂടല്ലേ, അപ്പോൾ ചൂടിനെ ഒന്ന് തണുപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇത്ര വിഭവങ്ങളൊക്കെ ഉണ്ടാക്കി കഴിക്കുകയാണെങ്കിൽ നമ്മളെ വയറിനും നമുക്ക് ചൂടും ഒക്കെ കുറയും. അപ്പോൾ ഞാനത് വറുത്ത് കോരിയിട്ടുണ്ട്. ഇനി ഞാൻ കാഷ്യൂനട്ട് ഇട്ട് കൊടുക്കുകയാണ്, പിന്നെ പൊട്ടുകടല ഇട്ട് കൊടുക്കുകയാണ്. അതും കൂടി വറുത്ത് കോരുകയാണ്. അപ്പം അതും വറവായിട്ടുണ്ട് കേട്ടോ. അതൊരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഇത് മൂന്നും കൂടി ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. നല്ലോണം പൊടിക്കണ്ട, ഒന്ന് ക്രഷ് ചെയ്താൽ മാത്രം മതി. അപ്പോൾ ഞാനെല്ലാം ഒന്ന് ക്രഷ് ചെയ്തെടുത്തിരുന്നു. അതാണ് ഇത്. ഇതുപോലെ ഇട്ടാണ് കേട്ടോ വരിക. ഇനി നമ്മളെ പഴത്തിനെ നമ്മളൊന്ന് ഉടച്ചെടുക്കണം. അതിന് ഞാനൊരു ഫോർക്ക് എടുത്തിട്ട് അതുകൊണ്ട് ഇങ്ങനെ ഉടച്ചെടുക്കാനാണ് പോകുന്നത്. മിക്സിയിലിട്ട് അടിക്കണ്ട കേട്ടോ. അടിച്ചാൽ നല്ലോണം ജ്യൂസി ആയിപ്പോവും. നമുക്ക് ചെറുതായിട്ട് ഇങ്ങനെ കടിക്കാൻ കിട്ടുമല്ലോ അവിൽ മിൽക്കിലൊക്കെ, അതുപോലെ ആയിട്ടാണ് വരേണ്ടത്. ഇപ്പോൾ ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് പഞ്ചസാര വേണമെങ്കിൽ അത് ഇട്ട് കൊടുക്കട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് പാലൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഞാൻ അധികം പഞ്ചസാര ഒന്നും ചേർക്കുന്നില്ല. ഞാൻ ഒരു സ്പൂണ് പഞ്ചസാര ചേർക്കുന്നുള്ളൂ. പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മിൽക്ക് മെയ്ഡ് ഒഴിക്കാം. അപ്പോഴൊക്കെ നല്ലോണം ടേസ്റ്റ് കൂടും. നമുക്ക് പഴം തന്നെ നല്ല മധുരമാണല്ലോ. അപ്പോൾ ഞങ്ങൾ ഷുഗറൊക്കെ ഉള്ള ആൾക്കാരാണ്. അപ്പോൾ പിന്നെ അതുകൊണ്ടാണ് പഞ്ചസാര ഒരുപാട് ഇടാത്തത്. ആവശ്യമുള്ളവർക്ക് നമുക്ക് എത്ര മധുരം വേണ്ടത് അതിനനുസരിച്ച് നമുക്ക് പഞ്ചസാര ഇടാം, മിൽക്ക് മെയ്ഡ് ഇടാം, ഐസ്ക്രീം ഇടാം. ഐസ്ക്രീം ഞാൻ കുറച്ച് മുകളിലിടുന്നു കേട്ടോ. ഇനി നമുക്ക് സെറ്റ് ചെയ്യാൻ പോവാം. സെറ്റ് ചെയ്ത് വെച്ച് കൊടുക്കാം. അതിന് ഞാനൊരു ഗ്ലാസ് എടുത്തിട്ടുണ്ട്. ആ ഗ്ലാസ്സിലോട്ട് കുറച്ച് അവിലിട്ട് കൊടുക്കണം ആദ്യം. പിന്നെ നമ്മൾ ആ നട്ട്സ് ഇട്ട് കൊടുക്കുക. നമ്മൾ പൊടിച്ച് വെച്ചില്ലേ, ആ നട്ട്സ് ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ പഴം ഉടച്ച് വെച്ചില്ലേ, ആ മിക്സ് അതിലോട്ട് ഒഴിച്ച് കൊടുക്കുക. ഇനി വീണ്ടും നമ്മൾ അവിലിട്ട് കൊടുക്കുക, നട്ട്സ് ഇട്ട് കൊടുക്കുക, പിന്നെ പഴത്തിൻ്റെ ജ്യൂസ് അത് ഒഴിച്ച് കൊടുക്കുക. പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മിൽക്ക് മേഡോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ ഒഴിച്ച് കൊടുക്കുക. പിന്നെന്താ, ഐസ്ക്രീം ഒഴിച്ച് കൊടുക്കുക. ഞാനിപ്പോൾ ഇതിൻ്റെ മുകളിൽ കുറച്ച് ഐസ്ക്രീം വെക്കുന്നുണ്ട് കേട്ടോ.
അപ്പോൾ ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ 2 ഗ്ലാസ്സാണ് സെറ്റ് ചെയ്യണത്. ഒന്ന് ഐസ്ക്രീം വെച്ചതും ഒന്ന് ഐസ്ക്രീം വെക്കാത്തതുകൊണ്ട് സെറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതേപോലെ തന്നെ അവിൽ വെച്ച് കൊടുക്കുക, നട്ട്സ് ഇടുക, പഴം ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ അത്രയുള്ള പരിപാടി കേട്ടോ. എന്നിട്ട് ഇനി നമുക്ക് കഴിക്കട്ടോ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ചൂടൊക്കെ അല്ലേ, ചൂടിൻ്റെയൊക്കെ ഒന്ന് തണുക്കാൻ നല്ലതാണ്. അപ്പോൾ ഓക്കെ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.